ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദ ബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് പ്രോഗ്രാം ഒന്നുമില്ല, കുറച്ച് ദിവസമായി പ്രോഗ്രാംസ് ഒന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, എന്താണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറേ കമൻസിൽ കണ്ടു. കോമ്പയറിങ് ആണ് കേട്ടോ. വെഡ്ഡിങ്സ്, സ്റ്റേജ് ഷോസൊക്കെ ഇങ്ങനെ കോമ്പയറിങ് ചെയ്യും. എന്നിട്ടും എന്താണ് ലോങ് വീഡിയോസ് ഇല്ലാത്തതെന്നല്ലേ, ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് ആകെ പെട്ടിരിക്കുകയാണ്. ചെവിയിലാണ് പ്രോബ്ലം, വരുന്നു പോകുന്നു, ശരിയാവുന്നത് പോലെ ശരിയാവും, പക്ഷെ വീണ്ടും അത് തിരിച്ചു വരും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ ഒത്തിരി ഓർഡേഴ്സാണ് തൈപ്പൂയ ആയതുകൊണ്ട്. വേൽമാറൽ പുസ്തകങ്ങളാണെങ്കിലും ഭഗവാന്റെ വിഗ്രഹങ്ങൾ, വിളക്കുകളും തുടങ്ങിയിട്ട് ഒത്തിരി ഓർഡേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ തൈപ്പൂയത്തിനുള്ളിൽ ഒരുപാട് ഓർഡേഴ്സ് അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്. ലോങ് വീഡിയോസ് വീക്ക്ലി വൺസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ചാൽ തന്നെ ഐശ്വര്യമാണ്. പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ ഒരു പോസിറ്റിവിറ്റിയും വല്ലാത്തൊരു ഐശ്വര്യവുമാണ്. എന്നാൽ നമ്മൾ ഈ വിളക്കുകളൊക്കെ കഴുകി പൊട്ടൊക്കെ തൊട്ട് തെളിയിക്കുന്ന ആദ്യത്തെ ദിവസം വല്ലാത്തൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഒരു വിളക്കുകൾ നല്ല കരിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. തിളക്കത്തോട് കൂടിയിട്ട് ആ പൊട്ടിൻ്റെ ഒക്കെ ഒരു മനോഹാരിത, വല്ലാത്തൊരു ഭംഗിയാണ് പൂജാ റൂമിന് തരുന്നത്. ഞാൻ വീക്ക്ലി വൺസാണ് വിളക്കുകൾ കഴുകാറുള്ളൂ. വ്യാഴാഴ്ച ദിവസമാണ് വിളക്കുകൾ കഴുകുന്നത്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാട്ടോ അന്ന് പൂജാ റൂം ഒരുക്കുന്നത്. നമുക്ക് എത്ര പൂജാ റൂമിലേക്ക് നോക്കിയാലും മതിയാവില്ല എന്നുള്ള രീതിയിലാണ് പൂജാ റൂമിൻ്റെ ഒരു ഭംഗി ഞാൻ കണ്ട് ആസ്വദിക്കട്ടെ. എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് തൈപ്പൂയം വ്രതത്തിൽ കൂടിയാണ്. ഇനി 2 ദിവസങ്ങളേ ഉള്ളൂ. ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. 48 ദിവസങ്ങൾ വ്രതമെടുത്തവരും 21 ദിവസങ്ങൾ വ്രതമെടുത്തവരും അവസാന 11 ദിവസങ്ങൾ, 6 ദിവസങ്ങൾ, 7 ദിവസങ്ങൾ വ്രതമെടുത്തവരൊക്കെ നമ്മുടെ കൂടെ ഈ ഒരു ജേണിയിലുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി പേരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തൈപ്പൂയം വ്രതം എടുക്കുന്നു, വേൽമാറലും കന്ദസഷ്ടി കവചവും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹവും ഓം വിളക്കും ഒരുപാട് പേരാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ഭക്തർ ഈ ഒരു നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര സുബ്രഹ്മണ്യൻ്റെ ഭക്തരാണ് ഉള്ളതെന്ന് അറിയുമ്പോൾ എനിക്കങ്ങ് കോരിത്തരിക്കാൻ. ആ ഭഗവാന്റെ ഒരു ശക്തി, ആ ഭഗവാൻ അത്രയും ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് അത്രയും വലിയൊരു വിശ്വാസവും ഒരു പ്രതീക്ഷയും അവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ആ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു വിശ്വാസം എല്ലാവരിലും ഉള്ളത്. ഭഗവാൻ സുബ്രഹ്മണ്യനെ വഴിപെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ മായാജാലങ്ങളും മാറ്റങ്ങളും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് വരും കേട്ടോ. അതിപ്പോൾ തൈപ്പൂയ വ്രതം എന്ന് മാത്രമല്ല, നമ്മൾ കന്ദസഷ്ടി വ്രതമാണെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ വരുന്ന ഷഷ്ടി, 2 ഷഷ്ടി വരും ഒരു മാസത്തിൽ, വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും. വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടിയിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ഐശ്വര്യവും നന്മകളും വന്നു ചേരുന്നു. കറുത്ത പക്ഷത്തിലെ ഷഷ്ടിയിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ കടങ്ങളും ദുരിതങ്ങളും, കടങ്ങൾ തീരുന്നു, ദുരിതങ്ങൾ തീരുന്നു, പ്രയാസങ്ങൾ, ലോൺ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ മാസവും കറുത്ത പക്ഷത്തിലെ ഷഷ്ടിയിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിചാരിക്കും കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടിയല്ല, വെളുത്ത പക്ഷത്തിൽ, അതായത് ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയാണ് ഗംഭീരമായിട്ടുള്ള വിശേഷപ്പെട്ടത്. അങ്ങനെയല്ല. ഷഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷമാണ്. കറുത്ത പക്ഷത്തിലെ ഷഷ്ടിയിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ കടങ്ങൾ തീരുന്നു, വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നു. ഞാനിങ്ങനെ അടുക്കളയിൽ മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ട് വെക്കുന്നത് കണ്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന്. അങ്ങനെ വലിയ പ്രത്യേകതകൾ ഉണ്ടായിട്ടല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു വഴിപാടോ കാര്യങ്ങളോ ഒന്നുമല്ല. അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. അടുക്കള എന്ന് പറയുന്നത്, അടുക്കളയിൽ മഹാലക്ഷ്മിയും അന്നപൂർണയും വസിക്കുന്നു. നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു, അത് സാധമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രസാദമായിട്ട് മാറുന്നു. രാവിലെ അടുക്കളയിൽ വരുമ്പോൾ ആദ്യം അഗ്നിദേവനെയും അന്നപൂർണിയെയും തൊഴുതിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു വീട്ടിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നിറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടു കൂടി അന്നപൂർണയുടെ പ്രീതിയും കൂടെ വേണം. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ അടുപ്പിലും സ്റ്റവിലും പാചകം ചെയ്യുന്നവരുണ്ട്. ചൂടായ എണ്ണ കാര്യങ്ങൾ, ഇതിൻ്റെ കൂടെയൊക്കെയാണ് മൽപ്പിടുത്തം. അപ്പോൾ തീ ആപത്തുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അഗ്നിദേവനെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തലേ ദിവസം രാത്രി തന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിടും. ഓൾറെഡി വൃത്തിയാക്കിയാൽ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ഉണ്ടാവും, ഒക്കെ കഴുകി വെച്ച് വീണ്ടും ഒക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി തുടച്ചിടും. ഞാനിപ്പോൾ വ്രതത്തിലാണ്. ഉച്ചയ്ക്ക് 1 നേരം മാത്രം അരിയാഹാരം, ബാക്കി 2 നേരവും പാല്. നമുക്ക് 3 നേരവും പാലും പഴം മാത്രം എടുത്ത് ഇപ്പോൾ ഈ 6 ഡേയ്സ് വ്രതത്തിൽ അല്ലെങ്കിൽ അടുത്ത 3 ദിവസങ്ങൾ വ്രതം എടുക്കാൻ താല്പര്യമുള്ളവർ പാലും പഴം മാത്രം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 1 നേരം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം ലൈറ്റായിട്ടുള്ള ഫുഡ്,
ഉപവാസം ഇരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവനവൻ എന്ത് സാധിക്കും എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊരു നേരമെങ്കിലും അരിയാഹാരം കഴിച്ചില്ലെങ്കിൽ തല കറങ്ങും. ഞാൻ ഭഗവാൻ സുബ്രഹ്മണ്യനോട് എൻ്റെ അവസ്ഥയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞൊരു അഗ്രിമെൻറ്റിലാണ് കേട്ടോ ഈ വ്രതം എടുത്തിട്ടുള്ളത്. നമ്മൾ കഠിനമായിട്ടുള്ള വ്രതം എടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കൂ എന്നൊന്നുമില്ല. പക്ഷേ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു പരിധി വരെ അതിൻ്റെ ചിട്ടകളെല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വ്രതത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക് ഇൻ ദാറ്റ് വേ. കാരണം നമ്മൾ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നൊരു മയക്കമാണ്, ഒന്ന് പോയി കിടന്നാൽ നന്നായിരുന്നു എന്നേ തോന്നുള്ളൂ. പിന്നെ ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ അത് നമുക്ക് മനസ്സിൽ നിൽക്കത്തില്ല, ചൊല്ലാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്, വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം. വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു, കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ സാധിക്കും. ഒരു മന്ത്ര ചൊല്ലുമ്പോൾ അത് നമ്മുടെ ആത്മാവിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങുന്നു. നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്, നമുക്കുള്ളിൽ നിന്നൊരു ചൈതന്യമാണ്. അതാണ് നമ്മൾ വ്രതം ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഉപവാസം ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു നേരം അരിയാഹാരം എടുത്ത് ബാക്കി 2 നേരം ലൈറ്റായിട്ട് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ പല വീഡിയോസിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ദീപം വെച്ച് കഴിഞ്ഞാൽ ധൂപം നിർബന്ധമായിട്ടും കാണിക്കുക. അതായത് ഞാൻ വീട്ടിൽ ദീപം വെച്ച് കഴിഞ്ഞാൽ കയ്യോടെ ധൂപം കാണിക്കും. അത് നല്ലൊരു ശീലമാണ് കേട്ടോ. കാരണം വീട് ഫുള്ളൊരു പോസിറ്റീവ് വൈബ്രേഷനാണ്. നല്ലൊരു ഡിവൈൻ സ്മെല്ലുള്ള സാമ്പ്രാണി വാങ്ങിച്ചു വെക്കാം. കത്തിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഡിവൈൻ സ്മെല്ലാണ്. അത് തന്നെ നമുക്ക് വല്ലാത്തൊരു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു ഡിവൈൻ ഫീൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ഐശ്വര്യവും പോസിറ്റിവിറ്റിയും നൽകുന്നു. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാമ്പ്രാണി കപ്സ്, ദശാംഗം കോണ്, കമ്പ്യൂട്ടർ സാമ്പ്രാണിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ www.vibslittleworld.com സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യാം. വീഡിയോയിൽ ഞാൻ അടുക്കളയിൽ വിബീസ് ലിറ്റിൽ വേൾഡിന്റെ തന്നെ ധന ആകർഷണ ധൂപം പൗഡറിലാണ് സാമ്പ്രാണി കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു 48 ദിവസങ്ങൾ തുടർച്ചയായി വീട് മുഴുവൻ ധന ആകർഷണ ധൂപം പൗഡറിൽ സാമ്പ്രാണി കാണിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി ഫിനാൻഷ്യലി നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. കാരണം ധനത്തെ ആകർഷിക്കുവാനുള്ള 16 മൂലിക വസ്തുക്കളാലാണ് ഈ സാമ്പ്രാണി പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത്. പൂജാമുറിയിൽ കാണിച്ചതിന് ശേഷം വീട് ഫുള്ള് നമുക്ക് സാമ്പ്രാണി കാണിക്കാം കേട്ടോ. ഞാൻ വിളക്ക് വയ്ക്കുന്നതിന് മുൻപ് ശേഷവും കാണിക്കും, നിങ്ങൾ ഒരു തവണ കാണിച്ചാൽ മതി. അതേപോലെ തന്നെ കൺദൃഷ്ടി ധൂപം പൗഡറും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ദൃഷ്ടി ദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശരീരമാസകലം വേദന, എപ്പോൾ നോക്കിയാലും ഒരു മടി, അലസത, ഭയങ്കര ടയർഡായിട്ടുള്ള ഒരു ഫീല്, ഒരു നെഗറ്റീവ് വൈബാണ് വീട്ടിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ദൃഷ്ടി ദോഷങ്ങൾ കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് കൺദൃഷ്ടി ധൂപം പൗഡറിൽ വീട്ടിൽ ധൂപം കാണിക്കുക. ആദ്യം പൂജാ റൂമിൽ ധൂപം കാണിച്ച് വീട് ഫുള്ള് ധൂപം കാണിച്ച് പുറത്ത് കൊണ്ടുപോയി വെക്കണം. കൺദൃഷ്ടി ധൂപം പൗഡർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ കൺദൃഷ്ടി കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാകും. കാരണം ദൃഷ്ടിദോഷങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനായിട്ടുള്ള മൂലിക വസ്തുക്കളാലാണ് ഈ കൺദൃഷ്ടി ധൂപം പൗഡർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം. ഇനി തൈപ്പൂയത്തിന്റെ അന്ന് ഒരു ദിവസം വ്രതം എടുക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് പേർക്ക് 48 ദിവസങ്ങൾ അല്ലെങ്കിൽ 11 ദിവസങ്ങളൊന്നും വ്രതം എടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് തൈപ്പൂയത്തിന്റെ അന്ന് ഒരു ദിവസം മാത്രം വ്രതം എടുത്തുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പ്രീതി, പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കുകയും ചെയ്യും. എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്? ഒരു ചെറിയൊരു പരിഹാരം കൂടി ചെയ്യണം. അതെന്താണെന്നും നോക്കാം. പരിഹാരം ആദ്യം പറയാം, കാരണം ഇത് നാളെ തന്നെ ശനിയാഴ്ച തന്നെ ചെയ്തോളൂ. വീട്ടിൽ നല്ലൊരു കോട്ടൺ മഞ്ഞ തുണി ഉണ്ടെങ്കിൽ മഞ്ഞ തുണിയിൽ 1 രൂപ നാണയം, അല്പം പച്ചക്കർപ്പൂരം, പുണുക്, അതായത് നാട്ടുമരുന്ന് കടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. പുണുക് അരഗജ, അത് കൺമഷി ടെക്സ്റ്ററിലായിരിക്കും അരഗജ. പുണുക് ദൈവിക ശക്തി നിറഞ്ഞൊരു വസ്തുവാണ്, എല്ലാവരുടെ പൂജാമുറിയിലും ഉണ്ടായിരിക്കേണ്ടുന്നൊരു വസ്തു കൂടിയാണ്. അപ്പോൾ അത് നാട്ടുമരുന്ന് കടകളിൽ, പൂജാ സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. ഈ 1 രൂപ നാണയത്തിൽ അല്പം അരഗജ, അതേപോലെ തന്നെ അല്പം പുണുക് തേക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചക്കർപ്പൂരം വെച്ചൊരു മഞ്ഞ തുണിയിൽ കെട്ടിവെച്ചോളൂ. നിങ്ങൾ എന്ത് ആഗ്രഹമാണോ, ന്യായമായിട്ടുള്ള എന്തൊരു ആഗ്രഹമാണെങ്കിലും ഇതുപോലെ ഒരു മഞ്ഞ തുണിയിൽ 1 രൂപ നാണയം കെട്ടിവെച്ച് നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ ദീപം തെളിയിക്കുന്ന സമയത്ത് കെട്ടിവെക്കാം. പൂജ റൂമിൽ തന്നെ വെച്ചോളൂ. എന്നിട്ട് തൈപ്പൂയത്തിന്റെ അന്ന് നല്ല പോലെ പ്രാർത്ഥിക്കുക.
അടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുലദൈവത്തിൻ്റെ ക്ഷേത്രത്തിലോ കൊണ്ടുപോയിട്ട് ഈ 1 രൂപ നാണയം ഭണ്ഡാരത്തിലിടുക. മുരുകൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ മുരുകൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇടുക കേട്ടോ. ഇനി ഒരു ചിലർ പീരിയഡ്സ് ഒക്കെ ആയിരിക്കും ലേഡീസ്, അങ്ങനെയുള്ളവർ വീട്ടിലെ മറ്റ് അംഗങ്ങളോട് ഇതുപോലെ കെട്ടിവെക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടേണ്ട ഒരു ആത്മാർത്ഥതയുള്ള ഒരു സത്യമുള്ള നന്മയുള്ള ഒരാഗ്രഹം തീർച്ചയായിട്ടും ഭഗവാൻ അടുത്ത 48 ദിവസങ്ങൾക്കുള്ളിൽ അത് നടത്തി തന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കെട്ടിവെക്കേണ്ട വസ്തുക്കൾ ഒരിക്കൽ കൂടി പറയാം. 1 രൂപ നാണയം, പച്ചക്കർപ്പൂരം, പുണുക്, അരഗജ. നമ്മുടെ കയ്യിൽ നിന്ന് തിരുച്ചെന്തൂരിലെ അരഗജ വാങ്ങിയവരുണ്ടെങ്കിൽ ആ അരഗജ കയ്യിലുള്ളവർ ആ അരഗജ തന്നെ വെക്കട്ടെ, അത് കൂടുതൽ വിശേഷമാണ്. അപ്പോൾ ആ അരഗജ ഉള്ളവർ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലാത്തവർ നാട്ടുമരുന്ന് കടകളിലോ അല്ലെങ്കിൽ കയ്യിലുള്ള അരഗജ ഏതാണെങ്കിൽ അത് വെച്ചാൽ മതി. ഇനി തൈപ്പൂയത്തിന് എങ്ങനെയാണ് ഒരു ദിവസം മാത്രം വ്രതം ഇരിക്കുന്നത് എന്ന് നോക്കാം. ഒറ്റ ദിവസം മാത്രമേ ഞാൻ വ്രതം ഇരിക്കുന്നുള്ളൂ, അപ്പോൾ എനിക്ക് ഫലം കുറഞ്ഞു പോകുമോ എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. കാരണം ഭഗവാന് 48 ദിവസങ്ങൾ വ്രതം ഇരുന്നാലും 6 ദിവസങ്ങൾ വ്രതം ഇരുന്നാലും 1 ദിവസം വ്രതം ഇരുന്നാലും എല്ലാം ഫലങ്ങൾ ഒന്ന് തന്നെയാണ്. 48 ദിവസങ്ങൾ ഒരു പക്ഷേ നമ്മൾ ആ വ്രതത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരിക്കും വാസ്തവം. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ എപ്പോഴാണോ അറിയുന്നത്, നമ്മൾ എപ്പോഴാണോ തുടങ്ങുന്നത്, അത് തന്നെയാണ് ബെസ്റ്റ് ടൈം. ഫെബ്രുവരി 1 ഞായറാഴ്ച തൈപ്പൂയത്തിന്റെ അന്ന് അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സുബ്രഹ്മണ്യന്റെ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിൽ 2 നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക. നൈവേദ്യമായി പാലോ പഴമോ നൽകാവുന്നതാണ്. അന്നത്തെ ദിവസം പാലും പഴവും മാത്രം ഭക്ഷണമായി എടുത്തുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ നാമങ്ങളും കീർത്തനങ്ങളും പാരായണം ചെയ്യുക. വൈകുന്നേരവും സുബ്രഹ്മണ്യന് ദീപം തെളിയിച്ച് പാൽപായസമോ പഞ്ചാമൃതമോ നൈവേദ്യമായി വെച്ച് വൈകുന്നേരം 6:09 6:59 ഇടയിലുള്ള സമയം ഗുരുഹോര വളരെ ഉത്തമം. അതിനുശേഷം ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിച്ച പായസം പൊങ്കൽ കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം പൂർത്തിയാക്കാം. വൈകിട്ട് ദീപം തെളിയിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യന്റെ വളരെ ശക്തിയുള്ളൊരു മന്ത്രം 108 തവണ ചൊല്ലുക. മന്ത്രം ഇതാണ്: ഓം സൗം ശരവണ ഭവ ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം സം നമഃ. ഈ മന്ത്രം ഭഗവാൻ സുബ്രഹ്മണ്യന്റെ വളരെ ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ്. വൈകുന്നേരം പൂജ ചെയ്യുന്ന സമയത്ത് 108 തവണ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് വ്രതം പൂർത്തിയാക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ പോയി പ്രസാദം വാങ്ങി കഴിച്ച് നമുക്ക് വ്രതം പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലിരുന്ന് ഈ മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലത്. തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ. വെറ്റുവേൽ മുരുകനുക്ക് ഹരോഹര.